അഭിഷേകെ, കർണാടകയിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ധർമ്മസ്ഥലയിൽ നിന്നും ഒരു ശുചീകരണ തൊഴിലാളി ഒരു പരാതിയുമായി എത്തി. ജൂൺ 3-നായിരുന്നു ആ പരാതി കൊടുത്തിരുന്നത്. ആ പരാതി പ്രകാരം ലൈംഗികമായി അതിക്രമിക്കപ്പെട്ട 100-ലധികം സ്ത്രീകളെ തനിക്ക് സംസ്കരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നതാണ് ആ പരാതിയിൽ പറയുന്നത്. തെളിവായി അദ്ദേഹം കാഴ്ചവെക്കുന്നത് ആ മരണപ്പെട്ട സ്ത്രീകളുടെ അസ്ഥി കഷ്ണങ്ങളുടെ ഫോട്ടോയാണ്. എന്തായിരുന്നു ആ ഒരു കേസ്? ഇതിപ്പോൾ രാജ്യാന്തര തലത്തിൽ തന്നെ വളരെ ശ്രദ്ധ നേടുന്ന ഒരു കൂട്ടക്കൊലപാതകങ്ങളുടെ ഒരു നിരയാണ് ഈ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലൂടെ മറനീങ്ങി പുറത്തു വന്നിരിക്കുന്നത്. ഇത് ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെൽത്തങ്ങാടിയിലുള്ള ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രം. ഈ ക്ഷേത്രം വൈഷ്ണവരായ മാധ്യ ബ്രാഹ്മണർ പൂജ ചെയ്യുന്ന ക്ഷേത്രമാണ്. പക്ഷേ ഇതിൻ്റെ ഉടമസ്ഥാവകാശം, ഇതുമായി ബന്ധപ്പെട്ട നടത്തിപ്പ് അവകാശമുള്ളത് പ്രദേശത്തെ ഒരു ജൈന കുടുംബമാണ്. അവരുടെ പേര് പറയാം, വീരേന്ദ്ര ഹെഡ്ഗെ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആ ക്ഷേത്രത്തിൻ്റെ ധർമാധികാരി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ, അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ച് 1998 മുതൽ 2014 വരെ നടന്ന കൂട്ടക്കൊലപാതകങ്ങൾ ഈ ഒരു പ്രദേശത്തെപ്പറ്റി പറയുകയാണെങ്കിൽ നേത്രാവതി പുഴ അതിരിടുന്ന ഒരു മനോഹരമായ ഭൂപ്രദേശം. ഈ പ്രദേശത്താണ് ഈ അമ്പലം. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് പരമശിവനാണ്, മഞ്ജുനാഥ സ്വാമി. അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് കേരളത്തിൽ നിന്നടക്കം ധാരാളം തീർത്ഥാടകർ അങ്ങോട്ടേക്ക് പോകാറുണ്ട്. അത്തരത്തിൽ മംഗലാപുരത്ത് നിന്ന് 73 കിലോമീറ്റർ മാത്രം അകലെ ഉജിറ എന്ന സ്ഥലത്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കവാടം. പക്ഷേ ഈ കവാടത്തിനപ്പുറവും ഇപ്പുറവും നടക്കുന്ന കാര്യങ്ങൾ രണ്ടും രണ്ടാണ്. പ്രത്യേകിച്ച് 2 നിയമങ്ങളാണ്. ഈ ഉജിറയ്ക്ക് അപ്പുറത്തെ ഈ ക്ഷേത്ര കവാടം കടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ അലിഖിതമായി നിലനിൽക്കുന്ന കുറേ നിയമങ്ങളാണ്. അതിൻ്റെ ഇപ്പുറമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ഭാഗമായ പരമാധികാരത്തിൻ്റെ നിയമസംഹിതകൾ നിലവിലുള്ളത്. ഈ ഒരു പ്രദേശത്തെ പറ്റിയുള്ള ചർച്ചകൾക്ക് വളരെ കാലങ്ങളുടെ പഴക്കമുണ്ട്. ഇവിടെ ഒരു അധോലോക സംഘം പോലെയാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. അവിടെ ആ നഗരത്തിൽ ധർമ്മസ്ഥലയിൽ ഓട്ടോ ഓടിക്കാൻ പോലും ഡി സ്റ്റിക്കറുകൾ പതിച്ചിരിക്കണമെന്ന ഒരു നിബന്ധനയുണ്ട്. അപ്പോൾ ഇവിടം പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ്. ഇതിൻ്റെ അധികാരിയായിട്ടുള്ള ധർമ്മസ്ഥലയുടെ ധർമാധികാരിയായിട്ടുള്ള ഈ വീരേന്ദ്ര ഹെഡ്ഗെ, ഇദ്ദേഹം 2015 BJP രാജ്യസഭാ MP ആയി തിരഞ്ഞെടുത്ത ഒരാളാണ്. ഇദ്ദേഹത്തിന് പത്മ അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 1965 മുതൽ ഇദ്ദേഹത്തിൻ്റെ പിതാവായിരുന്ന രത്നവർമ്മ ഹെഡ്ഗെയുടെ മരണശേഷം 19-ാം വയസ്സിലാണ് ഇദ്ദേഹം മഞ്ജുനാഥ ക്ഷേത്രത്തിൻ്റെ അധികാരിയായി സ്ഥാനമേറ്റെടുത്തത്. അതിനുശേഷം പിന്നീട് ഇന്ന് വരെ ഈ പറയപ്പെടുന്ന കഥയിലെ കഥാപാത്രമായ ഈ ശുചീകരണ തൊഴിലാളി, ഇയാൾ മാണ്ഡ്യ ജില്ലക്കാരനാണ്. കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിൽ നിന്ന് 1995 17-ാം വയസ്സിലാണ് ഈ മഞ്ജുനാഥ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. 25 രൂപ മാത്രം ദിവസവേതനത്തിൽ മഞ്ജുനാഥ ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയായിട്ട് ജോലിയെടുത്ത് വരികയാണ്. ഈ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇയാൾക്ക് നേത്രാവതി പുഴ ഒഴുകുന്ന ഒരു അമ്പലം ആണ്, അതിൻ്റെ പരിസരമാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ നേത്രാവതി പുഴയിലെ സ്നാനഘട്ടത്തിൽ ശുചീകരണ തൊഴിലാളിയായാണ് ഈ 17 വയസ്സുകാരൻ അന്ന് ജോലി ചെയ്തിരുന്നത്. അതിനുശേഷം പിന്നീട് ഇയാളുടെ ജോലിയിലെ സ്വഭാവത്തിൽ പല മാറ്റങ്ങളുണ്ടായി. ഇയാൾ ഈ സ്ഥാപനത്തിലെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ട്രസ്റ്റിലെ സൂപ്പർവൈസറുടെ നിർദ്ദേശപ്രകാരം അവിടെ വന്നടിഞ്ഞിരുന്ന മൃതദേഹങ്ങൾ, പ്രധാനമായിട്ടും ഈ നേത്രാവതി പുഴയിലൂടെ ധാരാളം മൃതദേഹങ്ങൾ ഒഴുകി വന്നിരുന്നു. ഈ മൃതദേഹങ്ങൾ ഈ 17 വയസ്സുകാരൻ്റെ അന്നത്തെ ചിന്തയിൽ ഇത് സാധാരണ മുങ്ങിമരണങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ പിന്നീട് ഈ മൃതദേഹങ്ങളുടെ എണ്ണം കൂടിക്കൂടി വന്നു. നേത്രാവതി പുഴയിൽ ഒഴുകി വരുന്ന മൃതദേഹങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി. ഒരു ദിവസം തന്നെ 1ഉം 2ഉം മൃതദേഹങ്ങൾ വന്നടിഞ്ഞു. എന്നാൽ പിന്നീട് ഇയാൾ ഈ മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ ഉള്ള നിർദ്ദേശത്തിൽ ഇയാൾ ഇത് കുഴിച്ചിടാൻ തിരഞ്ഞെടുത്തിരുന്ന സ്ഥലം സമീപത്തെ കാട്ടുപ്രദേശമാണ്. ഈ കാട്ടുപ്രദേശത്ത് കുഴിയെടുത്ത് ഈ മൃതദേഹങ്ങൾ അവിടെ കുഴിച്ചു മൂടും. ഈ മൃതദേഹത്തിൽ കാണപ്പെട്ട ചില അസാധാരണ കാര്യങ്ങൾ, ഇതിൽ മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്, പെൺകുട്ടികളാണ്. ഇതിൽ പ്രായപൂർത്തിയായവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഈ സ്ത്രീകളൊക്കെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു. ഇവരുടെയൊക്കെ പ്രധാനമായിട്ടുള്ള ഈ മൃതദേഹങ്ങൾ അടിവസ്ത്രം ഇല്ലായിരുന്നു. അങ്ങനെ റേപ്പിന് വിധേയമായി കൊല്ലപ്പെട്ട ആളുകളാണ് ഇവിടെ വന്നടിഞ്ഞിരുന്ന മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും. അങ്ങനെ ഇയാൾ 1995 മുതൽ 2014 വരെ ഇവിടെ ജോലി ചെയ്തു. ഈ ഒരു കാലഘട്ടത്തിലാണ് 1000-ലധികം മൃതദേഹങ്ങൾ ഇയാൾ മാത്രം മറവ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇയാൾ വെളിപ്പെടുത്തിയിരുന്നത്. ബെൽത്തങ്ങാടി കോടതിയിലാണ് ഈ കേസ് നടക്കുന്നത്. ഇത് 2 അഭിഭാഷകർ മുഖേനയാണ്. ഓജസ്വി ഗൗഡ, സച്ചിൻ ദേശ്പാണ്ഡെ എന്നീ 2 അഭിഭാഷകർ മുഖേനയാണ് ഇയാൾ കേസ് കൊടുക്കുന്നത്. ഇതിന് കാരണമായി ഇയാൾക്ക് ഈ വൈകി വന്ന മാനസാന്തരം എന്ന് പറയുന്നത് പോലെ ഇതിന് കാരണമായിട്ട് ഇയാൾ പറയുന്നത് 2010 അവിടെ നടന്നൊരു സംഭവമാണ്. 2010 ഈ ധർമ്മസ്ഥലയുടെ സമീപ പ്രദേശമായ കല്ലേരിയിലെ ഒരു പെട്രോൾ പമ്പിന് സമീപം ഏകദേശം 13-നും 15-നും മധ്യേ പ്രായമുള്ളൊരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നു.
ഈ പെൺകുട്ടി ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടിരുന്നു. ഇവർക്കും നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ഈ മഞ്ജുനാഥ ക്ഷേത്രത്തിലെ നേത്രാവതി നദിയിൽ വന്നടിഞ്ഞിരുന്ന മൃതദേഹങ്ങളുടെയും സമാനമായി റേപ്പ് അറ്റംപ്റ്റ്, അതുപോലെ തന്നെ മൃതദേഹത്തിൽ അടിവസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതൊരു റേപ്പ് കേസായിട്ട് അത് ആണ് ഇയാൾ ആ പെൺകുട്ടിയുടെ മൃതദേഹം അടക്കം ചെയ്തതാണ് ഇയാൾക്ക് മാനസാന്തരത്തിലുള്ള കാരണമായിട്ട് പറയുന്നത്. ഇതുകൂടാതെ 2012 പ്രദേശത്ത് നിന്ന് മറ്റൊരു യുവതിയെ കാണാതായി, സൗജന്യ. ഈ ഒരു കേസാണ് ശരിക്കും പറഞ്ഞാൽ ഈ മഞ്ജുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്ര വലിയ വിവാദങ്ങളിലെ ഇത്ര വലിയ ശ്രദ്ധ നേടിക്കൊടുക്കുന്നത്. ഈ സൗജന്യ എന്ന പെൺകുട്ടി 20 വയസ്സുകാരിയായ പെൺകുട്ടിയെ കാണാതാവുന്നു. അതിനുശേഷം പിറ്റേ ദിവസം ഇവളുടെ മൃതദേഹവും കണ്ടെത്തുന്നു. സമീപത്തെ ഒരു കാട്ടിൽ കെട്ടിയിട്ട നിലയിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്. അതിനുശേഷം ഈ കേസ് അന്വേഷിച്ച വെൽത്തങ്ങാടി പോലീസ് സന്തോഷ് റാവു എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരനെ തന്നെ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം 2024 ഇയാൾ കുറ്റവിമുക്തനാകുന്നു. ഇത് അന്നേ ഈ പ്രദേശം കേന്ദ്രീകരിച്ചൊരു സംസാരമുണ്ട്, ശരിയായൊരു പ്രതിയല്ല, ഒരു വാടക പ്രതിയെ ഏർപ്പാടാക്കി ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നതെന്നുള്ള ചർച്ചകൾ അന്നേ പ്രക്ഷോഭങ്ങളുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഒരു യൂട്യൂബറായ സമീർ MD, അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലായ ദൂത എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, കർണാടകയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ചാനലാണ്. ആ ചാനലിലൂടെ ജസ്റ്റിസ് ഫോർ സൗജന്യ എന്നൊരു ക്യാമ്പയിൻ അദ്ദേഹം തുടങ്ങി വെച്ചു. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് അദ്ദേഹം നടത്തിയ കാര്യമായ അന്വേഷണങ്ങൾ എന്നതിനപ്പുറം അവിടെ നടന്ന ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് നിരക്കുന്ന തരത്തിൽ അവതരിപ്പിച്ചു. ഈ ഒരു വീഡിയോ കർണാടകയിലെങ്ങും വൈറലായി. കർണാടകയിൽ മാത്രമല്ല, രാജ്യാന്തര തലത്തിൽ തന്നെ, ദേശീയ തലത്തിൽ തന്നെ ഇത് ചർച്ചയാകുകയും പിന്നീട് ഈ സൗജന്യ കേസിൽ ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന പേരിൽ വലിയ പ്രക്ഷോഭം ഉണ്ടാവുകയും ചെയ്തു. ഇതിനുശേഷം ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലേക്ക് വന്നാൽ, ഇയാൾക്ക് ആദ്യഘട്ടത്തിൽ നേത്രാവതി പുഴയിലെ സ്നാനഘട്ടങ്ങൾ ശുചീകരണ തൊഴിലായിരുന്നു. എന്നാൽ രാത്രി ഇയാളുടെ സൂപ്പർവൈസർമാർ ഇയാളെ മൃതദേഹങ്ങൾ അവിടെ കുഴിച്ചിടാൻ നിർബന്ധിക്കുമായിരുന്നു. 25 രൂപ മാത്രം ദിവസ വരുമാനമുള്ള ഒരു ജോലിക്കാരനെ കൊണ്ട് നിർബന്ധിച്ച് ഈ കൃത്യം ചെയ്യിപ്പിക്കുമായിരുന്നു. എന്നാൽ ഈ അമ്പലത്തിൽ വന്ന് ഇപ്പോൾ തന്നെ കേരളത്തിലടക്കം പലതരത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ വരുന്ന ആളുകൾ മരണപ്പെടുന്ന സ്വാഭാവികമാണ്. കാരണം ഇത്രയധികം തീർത്ഥാടകർ അങ്ങോട്ടേക്ക് സന്ദർശനത്തിനെത്തുമ്പോൾ അവർ മരണപ്പെടുന്നവരെ ആയിരിക്കാം ഒരുപക്ഷെ അവിടെ അടക്കം ചെയ്തതെന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അതിനും അപ്പുറം അതിക്രൂരമായ കൊലപാതകങ്ങൾ, കൊല്ലപ്പെട്ടവരിലധികവും സ്ത്രീകൾ. ഈ ഒരു പ്രദേശം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അധോലോകമാണ്. ഉജിറയ്ക്കപ്പുറം ഈ ധർമ്മസ്ഥലയിലേക്കുള്ള കവാടം കഴിഞ്ഞാൽ അവിടെ മുഴുവൻ കൈയാളുന്നത് ഈ ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട കുടുംബമാണ്. ഇവർ ജൈന മതസ്ഥരാണ്. ഈ വീരേന്ദ്ര ഹെഡ്ഗെ എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും അടങ്ങുന്ന ഒരു ട്രസ്റ്റാണ്. ഈ ട്രസ്റ്റിന് 3 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രം ഏകദേശം 400 ഏക്കറോളം ഭൂസ്വത്തുണ്ട്. ഈ ഭൂസ്വത്ത് കൂടാതെ ഈ ധർമ്മസ്ഥല കേന്ദ്രീകരിച്ച് ഈ ഒരു പ്രദേശത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലെ സകല വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളും ഈ കുടുംബത്തിൻ്റെ അധീനതയിലാണ്. ഇവിടെ ഒരു 10,000-ഓളം കുടുംബങ്ങൾ, 10,000-ഓളം മാത്രമാണ് ജനസംഖ്യ ഈ ധർമ്മസ്ഥലയിൽ. അപ്പോൾ ഇവിടെ താമസിക്കുന്ന ആളുകൾ ഇവരോട് വിധേയപ്പെട്ട് ഒരു ജന്മി കുടിയാൻ വ്യവസ്ഥയിലാണ് ജീവിച്ചു പോകുന്നത് എന്നൊക്കെയാണ് വരുന്ന വാർത്തകൾ. അത് എന്താണെന്നറിയില്ല. എന്തായാലും രാഷ്ട്രീയത്തിലും സാമ്പത്തികമായാലും വളരെയധികം മുന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബം. പ്രത്യേകിച്ച് രാഷ്ട്രീയമായിട്ടുള്ള അധികാരമുണ്ട്, സാമ്പത്തികമായിട്ട് അധികാരമുണ്ട്. അങ്ങനെ പ്രബലമായ ഒരു കുടുംബത്തിനെതിരെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. അത് കർണാടകയിലെ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കാൻ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചിരുന്നില്ല. കാരണം ഏറ്റവും കറപ്റ്റഡ് ആയൊരു പോലീസ് സേനയാണ് കർണാടകയിലുള്ളത്. കാരണം ഈ ദക്ഷിണ കന്നഡ കേന്ദ്രീകരിച്ച് നടക്കുന്ന വാർത്തകൾ വളരെ, അവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നു. അങ്ങനെ ഇന്ത്യയുടെ തന്നെ ഒരു ക്രൈം ക്യാപിറ്റലായിട്ട് നമ്മൾ പറയുമ്പോൾ ബീഹാറും യുപിയും ഒക്കെ ഇന്ത്യയുടെ ക്രൈം ക്യാപിറ്റലായിട്ട് വിലയിരുത്താറുണ്ട്. അവിടെ നടക്കുന്ന പല ക്രൈമുകളുടെയും സ്വഭാവങ്ങൾ അങ്ങനെയാണ്. പക്ഷേ ഇന്ത്യയുടെ ഒരു ക്രൈം ക്യാപിറ്റൽ തന്നെയാണ് ഈ ദക്ഷിണ കന്നഡ ജില്ലയും ഈ മംഗലാപുരവും ഒക്കെ. മംഗലാപുരത്ത് നിന്ന് ഏകദേശം 73 കിലോമീറ്റർ മാത്രമാണ് ഉജിറയിലേക്കുള്ളത്. അവിടെ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രമാണ് ധർമ്മസ്ഥലയിലേക്കുള്ളത്. ഇവിടെ നടക്കുന്ന ക്രൈമുകൾ വളരെ, ഇപ്പോൾ ലാസ്റ്റ് സുഹാസ് ഷെട്ടി എന്ന് പറയുന്ന ബജ്രംഗ് നേതാവിനെ വധിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും ഒടുവിൽ ദക്ഷിണ കന്നഡ ജില്ല കുപ്രസിദ്ധമാകുന്നത്. അതിനുശേഷമാണ് ഇത്ര വലിയൊരു കുറ്റകൃത്യം. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ വളരെയധികം സമ്മർദ്ദം ഉണ്ടാവുകയും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ പുനരന്വേഷണം പ്രഖ്യാപിച്ച് ഇതിൽ കണ്ടെത്തിയ വിവരങ്ങൾ അതിനെക്കാട്ടും ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ഈ ഒരു കർണാടകയിൽ ഈ വെളിപ്പെടുത്തലിൽ പറയപ്പെടുന്ന 1995 മുതൽ 2014 വരെയുള്ള കണക്കെടുത്താൽ ഏകദേശം 20,000-ലധികം സ്ത്രീകളെയും പെൺകുട്ടികളെയും കാണാതായിട്ടുണ്ട്. ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്നാണ് അവിടെയുള്ള പ്രക്ഷോഭകാരികൾ. കേരളത്തിലെ മാധ്യമങ്ങളാണ് ഏറ്റവും അധികം ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് ഇപ്പോഴും.
അതുകൊണ്ട് തന്നെ ഇത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടുന്ന ഒരു വിഷയമായതുകൊണ്ട് അതിൻ്റെ പരിഗണന ഇനി ആ ഭരണകൂടം ഈ ഒരു കേസ് അന്വേഷിക്കുമ്പോൾ അത് അതിഗൗരവകരമായി തന്നെ അന്വേഷിക്കേണ്ടി വരും. ഇയാളുടെ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം അവിടേക്ക് വരുന്ന വാർത്തകൾ, അവിടെ ഒരു സുജാത ഭട്ട് എന്ന് പറയുന്ന ഒരു ബംഗളൂരു നിവാസി ആയ ഒരു സ്ത്രീ 2003 അവരുടെ മകൾ മണിപ്പാൽ മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥിയായിരുന്ന മകൾ ഈ മഞ്ജുനാഥ ക്ഷേത്രത്തിലേക്ക് സന്ദർശനത്തിന് വരികയും അവരെ പിന്നീട് കാണാതാവുകയും ചെയ്തു. 2003 നടക്കുന്ന ഒരു സംഭവമാണ്. അതിനുശേഷം 22 വർഷങ്ങൾക്ക് ശേഷം അവർ ഇവിടെ വന്ന് ഈ ഒരു വെളിപ്പെടുത്തലിന് പിന്നാലെ വീണ്ടും കോടതിയിലേക്ക് വരുന്നു. അങ്ങനെ കേസ് നടക്കുന്നു. ഇവരുടെ മകളായ അനന്യ ഭട്ടാണ് കാണാതായിരിക്കുന്നത്. അവർ സുഹൃത്തിനോടൊപ്പം മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ ക്ഷേത്ര ദർശനത്തിന് വന്നതാണ്. ഇവരെ കാണാതായി. ഇവരെ അന്വേഷിച്ച് ഈ സ്ത്രീ അമ്മ ഇവർ CBIയിൽ സ്റ്റെനോഗ്രാഫറായി കൊൽക്കത്തയിൽ ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിലാണ് മകളെ കാണാതാകുന്നത്. എന്നിട്ട് കൊൽക്കത്തയിൽ നിന്ന് മടങ്ങി വന്ന് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ മകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ധാരാളം അന്വേഷിച്ചെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. അങ്ങനെ ഈ ക്ഷേത്രമുറ്റത്തിരിക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അധികാരിയെ കണ്ടു. ക്ഷേത്രമുറ്റത്തിരിക്കുമ്പോൾ ഇവരെ വെള്ളവസ്ത്രധാരികളായ പുരോഹിതന്മാർ വന്ന് പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ മർദ്ദിച്ച് അവശയാക്കിയ ഇവർ കോമയിലായിരുന്നു. 3 മാസം കഴിഞ്ഞ് ഇവർ കണ്ണു തുറക്കുമ്പോൾ ബംഗളൂരുവിലെ ആശുപത്രിയിലാണ്. അങ്ങനെ 22 വർഷത്തോളം മകളെ അന്വേഷിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ ആ അമ്മയ്ക്കൊരു പിടിവള്ളി കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തലിന് ശേഷമാണ്. എന്തായാലും ഈ കേസിൽ വളരെ കാര്യക്ഷമമായ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയധികം രാഷ്ട്രീയ സ്വാധീനമുള്ള, സാമ്പത്തികമായിട്ട് വളരെയധികം മുന്നോക്കം നിൽക്കുന്നൊരു കുടുംബം ആ ഒരു രാഷ്ട്രീയ സാമൂഹികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്നതിൻ്റെ ഒരു പ്രിവിലേജിൽ അവിടെ അത്തരത്തിൽ എന്തെങ്കിലും ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടതാണ്. അവിടെ ഇയാൾ പറയുന്നത് പ്രകാരം ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് ഒരു ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആക്ഷൻ കൗൺസിലിലെ പറയപ്പെടുന്ന കാര്യം തന്നെ ഈ ധർമ്മസ്ഥല എന്ന് പറയുന്നത് അതീവ കുപ്രസിദ്ധമായ ഒരു പ്രദേശമാണ്. ഇതിനകത്ത് നടക്കുന്നത് എന്തെന്ന് പുറത്തറിയില്ല. ഇവിടെ പുറത്തുനിന്ന് ഒരാൾക്ക് വന്ന് ഇതിനകത്ത് എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യം അന്വേഷിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രധാന ആളുകളുടെ അടുക്കൽ ഈ ഇൻഫർമേഷൻ എത്തും. പിന്നീട് ഇവരെ ക്രൂരമായി ആക്രമിക്കപ്പെടാനും അവരെ കൊല്ലപ്പെടുത്താനും ഒക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളി തന്നെ പറയുന്നത് 2014 ശേഷം ഇയാൾ ഇത് പുറത്ത് പറയുമെന്ന് ഒരു ഘട്ടമെത്തിയപ്പോൾ അവർ ഈ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ തൻ്റെ കുടുംബത്തിലെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു. അത്തരത്തിലുള്ള വലിയ ആക്രമണങ്ങൾക്കൊടുവിലാണ് താൻ കുടുംബസമേതം അവിടെ നിന്ന് ഒളിച്ചോടാൻ നിർബന്ധിതരായത്. പിന്നീട് ഈ 2010 കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ഓർമ്മയും അതുപോലെ തന്നെ ഈ 2012 പെൺകുട്ടി സൗജന്യയുടെ കേസും ഒക്കെ വന്നപ്പോഴാണ് തനിക്കൊരു പശ്ചാത്താപം ഉണ്ടായത്. അതുപ്രകാരമാണ് വീണ്ടും താൻ ഈ കേസുമായിട്ട് ഇത്ര വലിയൊരു ഗുരുതരമായൊരു വെളിപ്പെടുത്തൽ നടത്താൻ നിർബന്ധിതരായതെന്നാണ് പറയുന്നത്. എന്തായാലും രഹസ്യ സ്വഭാവത്തോടെയാണ് കോടതി ഈ കേസ് കൈകാര്യം ചെയ്യുന്നത്. ഇയാൾ കോടതിയിലേക്ക് വരുന്നത് പോലും മുഖം മൂടികളൊക്കെ ധരിച്ചാണ് വരുന്നത്. ഈ കേസ് എന്തായാലും മറ്റ് അന്വേഷണ ഏജൻസികളൊക്കെ അന്വേഷിക്കുമോ എന്നറിയില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ വരുന്നതനുസരിച്ച് നമുക്ക് വീണ്ടും പ്രതികരിക്കാം.